അടിപൊളി മസാല ഷവായി ഉണ്ടാക്കിയാലോ? എനിക്ക് ഈ ചിക്കനിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ എടുത്ത് കാണിക്കണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ എടുത്ത് കാണിക്കേണ്ട വന്നില്ല. അതൊക്കെ താനേ ഊരി വീണു. പിന്നെ ഉണ്ടല്ലോ ഇത് പൊറാട്ടയും കൂട്ടി അടിക്കണം. എന്റെ സാറ് ഏതാ ടേസ്റ്റ്. അപ്പൊ റെസിപ്പി നോക്കിയല്ലേ, ആദ്യം തന്നെ നമുക്കൊരു ഫുൾ ചിക്കൻ എടുത്ത് അതിലോട്ട് കുറച്ച് ഉപ്പും 2 ടീസ്പൂൺ വിനെഗറും ഒഴിച്ച് ഒരു 15 മിനിറ്റ് വാട്ടറിലോട്ട് സോക്ക് ചെയ്യാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ 2 സവോള, ഒരു മീഡിയം സൈസ് 2 തക്കാളി, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലി, പിന്നെ കുറച്ച് ഉണക്കമുളക്. ഇതൊക്കെ അടിച്ചെടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് കരിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് തൈര്, പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഇതൊക്കെ ഇട്ട് നമുക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കുറച്ച് ഗരം മസാല, കുറച്ച് കസൂരി മേത്ത, പിന്നെ നമ്മുടെ ഉപ്പ് പോരാന്നൊക്കെ കുറച്ചും കൂടി ഇട്ടുകൊടുത്തു. നമ്മൾ ചിക്കൻ കുട്ടപ്പൻ അങ്ങോട്ട് ഇറക്കി കൊടുത്ത് നല്ലപോലെ മസാല കൊണ്ട് തേച്ച് പിടിപ്പിച്ചു. ഒരു ഓവർനൈറ്റ് ഇതിനെ ഫ്രിഡ്ജിലോട്ട് അങ്ങ് വെച്ചു കൊടുക്കണം. ഇനി നമ്മൾ കുക്ക് ചെയ്യാം. നമ്മൾ കുക്കറിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ കുട്ടനെ ഒന്ന് അങ്ങോട്ട് ഇറക്കി കൊടുക്കുക. ആദ്യത്തെ ഒന്ന് ഹൈ ഫ്ലെയിമിലും പിന്നെ 2 ലോ ഫ്ലെയിമിലും. ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി കടായിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ അങ്ങോട്ട് ഇറക്കി കൊടുക്കണം. സൂക്ഷിച്ചിറക്കി കൊടുക്കണം. അതിനുശേഷം ഒരു സ്ഥലം മുരിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് പോകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഗ്രേവിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചെടുക്കുക. ഇതൊന്ന് വറ്റിച്ചെടുക്കുക. മസാല ഷവായി ഇതാ ഇവിടെ റെഡിയായി. അപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ട എനിക്കൊരു ലൈക്ക് തരുമോ? എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, എന്നൊന്ന് സപ്പോർട്ട് ചെയ്യൂ. ബൈ.